ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഇലക്ട്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ളവർക്കും സ്കൂൾ, പ്ലസ് ടു, ITI, VHSC, പോളിടെക്നിക് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നത്. വിദ്യാർത്ഥികൾക്ക് ലാബുകളിലെല്ലാം ചെയ്യുന്ന പല വർക്കുകളും ഓൺലൈൻ മുഖേന പ്രവർത്തിക്കുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ വളരെ രസകരമായും ലളിതമായും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓട്ടോഡെസ്കിൻ്റെ ടിങ്കർകാഡ് എന്ന ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ വേണ്ടത് ഇൻ്റർനെറ്റ് കണക്ഷനും കമ്പ്യൂട്ടറുമാണ്. മൊബൈൽ ഫോണിലൂടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പ്രയാസകരമായിരിക്കും. 3D മോഡലിംഗ്, സർക്യൂട്ട് ഡിസൈനിങ് തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇന്ന് ഈ ആപ്ലിക്കേഷനിലൂടെ സർക്യൂട്ട് ഡിസൈനിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. www.tinkercad.com എന്ന സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ ID ഉപയോഗിച്ചോ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സൈൻ ഇൻ ചെയ്യുന്നത് എൻ്റെ ഓൾറെഡി ഉള്ള ഗൂഗിൾ ID ഉപയോഗിച്ചാണ്. ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് പേജിൽ ഇടതുവശത്ത് 3D ഡിസൈൻസ്, സർക്യൂട്ട്, കോഡ് ബ്ലോക്ക്, ലെസൺസ് എന്നിവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ സർക്യൂട്ട് എന്ന് ഇവിടെ കാണാൻ കഴിയും. ക്രിയേറ്റ് ന്യൂ സർക്യൂട്ട് എന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വിൻഡോ തുറക്കുന്നു. ഈ കാണുന്ന ഏരിയയെ ടിങ്കർകാഡിൻ്റെ വർക്ക് പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് സർക്യൂട്ടുകളൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. വലതുഭാഗത്ത് നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാം. അതിന് തൊട്ട് മുകളിലായി കമ്പോണൻസ് എന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ബേസിക് എന്നും ഓൾ എന്നും കാണാവുന്നതാണ്. ഈ ബേസിക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടിങ്കർകാഡിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസുകളെ കാണാവുന്നതാണ്. എന്നാൽ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടിങ്കർകാഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പോണൻറ്റുകളെയും നിങ്ങൾക്ക് താഴോട്ട് കാണാവുന്നതാണ്. ഓരോ കമ്പോണൻറ്റിൻ്റെയും ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മുകളിലെ വലതുഭാഗത്ത് കാണുന്ന ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും ചെറു വിവരണം മനസ്സിലാക്കാം. ബാറ്ററി ഉപയോഗിച്ച് ഒരു LED പ്രകാശിപ്പിക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ ആദ്യം ചെയ്ത് നോക്കുന്നത്. ഇതിനായി ഒരു ബ്രെഡ് ബോർഡ് ഈ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത ടൈപ്പിലുള്ള ബ്രെഡ് ബോർഡുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ബ്രെഡ് ബോർഡ് സ്മോൾ ആണ് സെലക്ട് ചെയ്യുന്നത്. ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ വെച്ച് മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്ത് വർക്ക് പ്ലെയിനിലേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് പവർ സോഴ്സ് ആണ്. ഇതിനായി പവർ എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പവർ സോഴ്സുകൾ കാണാവുന്നതാണ്. ഇതിൽ ഞാൻ 9 വോൾട്ടിൻ്റെ ഈ ബാറ്ററിയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ബാറ്ററി ക്ലിക്ക് ചെയ്ത് വർക്ക് പ്ലെയിനിലേക്ക് കൊണ്ടുവരിക. സർക്യൂട്ട് അസംബിൾ ചെയ്യുന്നതിന് തലതിരിഞ്ഞ് കിടക്കുന്ന ഈ ബാറ്ററി നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ബാറ്ററിയിൽ മൗസ് പോയിൻ്റർ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്ത് ഇടതുവശത്ത് മുകളിൽ കാണുന്ന ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ ആവശ്യമായ ആംഗിളിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബ്രെഡ് ബോർഡിലേക്ക് പവർ സപ്ലൈ നൽകുകയാണ് വേണ്ടത്. ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ കയറി ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ മനസ്സിലാക്കാവുന്നതാണ്. ബാറ്ററിയുടെ ടെർമിനലിൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ റെഡ് കളർ കാണുന്നത് പോസിറ്റീവ് ടെർമിനലും അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ് ടെർമിനലുമാണ്. ആദ്യം നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു വയർ ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്ത ഈ ലൈനിലേക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് നോക്കുക. വയറിംഗ് ചെയ്യുന്നതിനായി ആദ്യം ഞാൻ മൗസ് പോയിൻ്റർ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഒരു വയർ മൗസ് പോയിൻ്ററിനോടൊപ്പം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് എവിടെയാണോ നമുക്ക് ബെൻഡ് ആക്കേണ്ടത് അവിടെ നമ്മൾ മൗസ് പോയിൻ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വളയ്ക്കേണ്ടവിടുന്ന് വളച്ചിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ഒരു വയർ നെഗറ്റീവ് ഭാഗത്തേക്ക് കൊണ്ട് ചെന്നെത്തിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു. ഇവിടെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും വയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പോസിറ്റീവ് വയറിന് റെഡ് കളറാണ് നൽകുന്നത്. അതിനായി വയറിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ബോക്സിനകത്തെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ റെഡാണ് സെലക്ട് ചെയ്യുന്നത്.
വയറിൻ്റെ മുകളിൽ കാണുന്ന ഈ ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വയർ ആവശ്യാനുസരണം നേരെയാക്കി ഭംഗി കൂട്ടാവുന്നതാണ്. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായി വരുന്ന ഈ ലൈൻ നോക്കി എളുപ്പത്തിൽ അതിൻ്റെ സ്ട്രൈറ്റ്നെസ് മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ ബ്ലാക്ക് വയറും കളർ ഞാൻ മാറ്റി കൊടുക്കുന്നു. ഇനി അടുത്തതായി LED ആണ് ആവശ്യം. LEDക്ക് വേണ്ടി സെർച്ച് ചെയ്യുക. ഇവിടെ പല രൂപത്തിലുള്ള LEDകളും കാണാവുന്നതാണ്. റെഡ് LED ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഇടതുവശത്ത് ഈ കാണുന്ന ഡിലീറ്റ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. LEDയുടെ ഈ കാണുന്ന വളഞ്ഞ കാല് ആനോടും അതായത് പോസിറ്റീവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാൽ കാതോടും അതായത് നെഗറ്റീവുമാണ്. ഇവിടെ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആനോഡിലേക്കും നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് കാതോഡിലേക്കും വയർ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വലതുഭാഗത്ത് മുകളിൽ കാണുന്ന സ്റ്റാർട്ട് സിമുലേഷൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ LED ഇവിടെ കത്തിപ്പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന് കാരണം എന്താണെന്ന് LEDയുടെ മുകളിൽ മൗസ് പോയിന്റർ വെച്ചാൽ മനസ്സിലാക്കാം. ഈ LEDയിലൂടെ പ്രവഹിക്കാൻ പറ്റുന്ന മാക്സിമം വൈദ്യുത പ്രവാഹം 20 mA ആണ്. എന്നാൽ ഇപ്പോൾ പ്രവഹിച്ച വൈദ്യുത പ്രവാഹം 915 mA ആണ് ഈ കാണുന്നത്. ഈ സാഹചര്യത്തിൽ വൈദ്യുത പ്രവാഹത്തെ ലിമിറ്റ് ചെയ്ത് സർക്യൂട്ടിനെ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇതിനായി റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനായി ഓംസ് ലോ അനുസരിച്ച് R = V/I അതായത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറൻറ്റ് എന്നുള്ള ഫോർമുല ചെയ്തുകൊണ്ട് നമുക്ക് റെസിസ്റ്ററിൻ്റെ മൂല്യം കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഏകദേശം 450 ഓം ആണ് നൽകുന്നത്. അതിനായി ഞാൻ ഒരു റെസിസ്റ്റർ സെലക്ട് ചെയ്തു LEDക്ക് സീരീസ് ആയിട്ട് നൽകുന്നു. പോസിറ്റീവ് ടെർമിനലോ അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. നിലവിലുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ കളർ കോഡ് പ്രകാരം 1 കിലോ ആണ്. അതായത് ബ്രൗണ്, ബ്ലാക്ക്, റെഡ്. റെസിസ്റ്ററിൻ്റെ വാല്യൂ 450 ഓം ആണ് വേണ്ടത്. അതിനുവേണ്ടി റെസിസ്റ്ററിൻ്റെ മുകളിൽ മൗസ് പോയിന്റർ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലതുവശത്ത് ഒരു ബോക്സ് പ്രത്യക്ഷപ്പെടും. ഇതിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ ടൈപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ ആയ 450 ഓം എന്നാക്കാം. ഇവിടെ കിലോ ഓമിലാണ് യൂണിറ്റായി കിടക്കുന്നത്. അതിനെ ഓമിലേക്കാക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഇവിടെ ഓമിലേക്ക് ആണ് മാറ്റേണ്ടത്. ഇനി സ്റ്റാർട്ട് സിമുലേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ LED നോർമലായിട്ട് നമുക്ക് കത്തുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് എത്ര ആംപിയർ കറണ്ടാണ് അല്ലെങ്കിൽ എത്രയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു അമ്മീറ്റർ ഉപയോഗിച്ച് അളക്കാവുന്നതാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ അമ്മീറ്ററിന് പകരം മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ സെർച്ച് ബോക്സിൽ മൾട്ടിമീറ്റർ എന്ന് സെർച്ച് ചെയ്ത് മൾട്ടിമീറ്റർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വർക്ക് പ്ലേസിൽ കൊണ്ടുവരിക. ഈ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ്, വോൾട്ടേജ്, ആംപിയർ ഇവയൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് VAR എന്നൊക്കെ കാണാൻ കഴിയും. അതായത് വോൾട്ടേജ്, ആംപിയർ, റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഈ മൾട്ടിമീറ്റർ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന ഇതിൽ മോഡ് സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് അമ്മീറ്റർ ആക്കി മാറ്റാവുന്നതാണ്. മാത്രമല്ല ഈ അമ്മീറ്ററിൻ്റെ പേരും നമുക്ക് വേണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി അമ്മീറ്റർ ഈ സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ LEDയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. ഇതിനായി LEDയിലേക്ക് നേരത്തെ നൽകിയിട്ടുള്ള ഈ ബ്ലാക്ക് വയർ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വയറിംഗ് ചെയ്യുന്നു. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ LEDയുടെ കാതോഡിലേക്കും കണക്ട് ചെയ്യുന്നു. ഇവിടെ അൺഡു എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെയ്ത പ്രവർത്തികൾ പുറകിലോട്ട് പോയി കാണാനും, റിഡു എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ അവസാനം ചെയ്ത പ്രവർത്തികളിലേക്ക് വരാനും സാധിക്കുന്നതാണ്. ഇത് അനോട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. എവിടെയാണോ അനോട്ടേഷൻ ചെയ്യേണ്ടത് അവിടെ അനോട്ടേഷൻ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ അനോട്ടേഷൻ ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ വ്യൂ ചെയ്യാനും ഉള്ള ഓപ്ഷനാണിത്. ഇനി സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ഇപ്പോൾ LED നോർമലായി കത്തുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഈ LED ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് അതും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 15.4 മില്ലി ആംപിയർ ആണ് കാണുന്നത്. മൗസിലെ സ്ക്രോളിംഗ് വീൽ തിരിച്ചുകൊണ്ട് സൂം ഇൻ ചെയ്യാനും അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ചെയ്ത സർക്യൂട്ടിനെ സേവ് ചെയ്യണം. അതിനു മുമ്പായി ഈ സർക്യൂട്ടിനൊരു നെയിം കൊടുക്കണം. അതിനുവേണ്ടി ഈ ഡീഫാൾട്ടായിട്ടുള്ള ഈ നെയിം മാറ്റി LED സർക്യൂട്ട് എന്നാണ് നമ്മുടെ കൊടുക്കുന്നത്. ടിങ്കർകാഡിൻ്റെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സേവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ ലൈബ്രറിയിൽ കാണാവുന്നതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.